നമസ്കാരം, V2 സ്റ്റഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറിച്യ കലാപം. 1812 വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണം മലബാറിൽ, അതായത് വയനാട്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങളായിരുന്നു. കുറിച്യർ ലഹള ആദ്യകാല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കുറിച്യർക്കു നേരെ തിരിഞ്ഞു. ഇതിനു കാരണം രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ കുറിച്യർ വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നാടായ വയനാട് പിടിച്ചെടുക്കാൻ വന്ന ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത പഴശ്ശിരാജാവിൻ്റെ ഒപ്പമായിരുന്നു ഈ കുറിച്യർ എന്ന് പറയുന്നവർ. അതുകൊണ്ട് തന്നെ ഈ പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയതിന് ശേഷം ബ്രിട്ടീഷുകാർ കുറിച്യർക്ക് നേരെ തിരിഞ്ഞു. അപ്പോൾ ഈ കലാപത്തെ പറ്റിയുള്ള പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഇത് വയനാട് ജില്ലയിലാണ് നടന്നത്. അപ്പോൾ വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പരും. ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബ്രിട്ടീഷുകാർ അധിക അല്ലെങ്കിൽ ഭാരിച്ച നികുതി കുറിച്യരുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയത്. രണ്ട്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. മൂന്ന്, അവർ നൽകേണ്ട നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചത്. നേരത്തെ എന്താണ്, അവർ ആദ്യമൊക്കെ സാധനങ്ങളായിരുന്നു നികുതിയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് മൂന്നാണ് പ്രധാന കാരണങ്ങൾ. പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് കൂടിയുണ്ട്. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ നടത്തി വന്നിരുന്ന വെട്ടിച്ചൂട്ട് കൃഷി ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതും ഈ കുറിച്യ കലാപത്തിൻ്റെ ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ പ്രവൃത്തികൾക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലെ മല്ലൂരിൽ 1812 മാർച്ച് 25 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. ഈ യോഗത്തെ പോലീസുകാർ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടാൻ ശ്രമിച്ചു. ഇവിടെ നിന്നും എന്ത് ചെയ്തു? കുറിച്യ കലാപത്തിന് തുടക്കം കുറിച്ചു. നികുതി പിരിക്കുന്നവരെ തടഞ്ഞുകൊണ്ട് ലഹളക്കാർ എന്ത് ചെയ്തു? കലാപം ആരംഭിച്ചു. ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം ലഹളക്കാർ പൂർണ്ണമായും തടഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷുകാരുടെ ആയുധ കേന്ദ്രങ്ങൾ കലാപകാരികൾ ആക്രമിച്ചു. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പിയാണ്. അദ്ദേഹത്തെ രാമനമ്പി എന്നും പറയുന്നു. അതുപോലെ തന്നെ രാമമൂപ്പൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ രാമൻ നമ്പി, രാമനമ്പി, രാമമൂപ്പൻ എന്ന് പറയുന്നതെല്ലാം ഒരാൾ തന്നെയാണ്. കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നതും രാമൻ നമ്പി തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്രകലാപമാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. വയനാട്ടിലെ ഒരു സ്വാതന്ത്ര്യ സമരമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തൂ, അല്ലെങ്കിൽ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കൂ എന്നതാണ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. വയനാട്ടിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നതാരെന്ന് ചോദിച്ചാലും തോമസ് വാർഡനാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ. ഇങ്ങനെ കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് TH ബാബറാണ്, തോമസ് ഹാർവേ ബാബർ. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന്, രാമൻ നമ്പി, പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൻകലോൻ കേളു, മാസിലൊട്ടാടൻ യാമു. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. കലാപത്തിലെ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ട പ്രമുഖ നേതാക്കന്മാരാരൊക്കെയെന്ന് വെച്ചാൽ പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി. കലാപത്തിനൊടുവിൽ തൂക്കിലേറ്റപ്പെട്ട പ്രമുഖ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് വെൻകലോൻ കേളുവാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി രചിച്ചത് കുമാരൻ വയലേരിയാണ്. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1 കുറിച്യ കലാപം അടിച്ചമർത്തിയ വർഷം 1812 മെയ് 8. അപ്പോൾ 1812 മെയ് 8 കുറിച്യ കലാപം എന്ത് ചെയ്യുന്നുണ്ട്? അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ കുറിച്യ കലാപമായിട്ട് മെയിനായിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തുടർന്ന് LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കനും കൂടി എന്ത് ചെയ്യുക? ഒന്ന് എനേബിൾ ചെയ്യുക.